ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ തന്നെ കളിക്കാൻ വന്നൊരു ഫ്രീ ഫയർ ആണ്. അപ്പം ഇപ്പം നമുക്കിന്ന് അവധിയാണ്. നമ്മൾ സബ് ജില്ലയാണ് നമ്മളെ സ്കൂളിൽ. അപ്പോൾ സബ് ജില്ല കളിക്കാൻ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നു. അപ്പം നമ്മളിന്ന് CS റാങ്ക് ആണ്. ഇപ്പോൾ സീസണൊക്കെ പോയി ഇപ്പോൾ കുറേ പേര് സ്കൂളിലൊക്കെ പോയി കാണും. അപ്പോൾ നമുക്ക് അത്ര സ്കൂൾ കാണത്തില്ല, കുറച്ച് പേർക്ക് അത്ര സ്കൂൾ കാണത്തുള്ളൂ. ഓക്കെ, നമുക്കിപ്പം കളിയൊന്ന് തുടങ്ങാം. CS റാങ്ക് ഉടുപ്പൊന്ന് മാറ്റട്ടെ. ഞാൻ അല്പം ഉടുപ്പേ ഉള്ളൂ, നോക്കട്ടെ. ഇതൊക്കെ ഉള്ളൂ ഇതിടാം. എന്നിട്ട് എൻ്റെ കൂടെ ഏതിടാം? ഇതിടട്ടെ, അല്ലെങ്കിൽ വേണ്ട ഇത് തന്നെ ഇടാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി ചേരും ഇതിനോട്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഏതിടാം? ഇതിടാം. ചെരുപ്പ്. ഈ മാസ്ക് ഒന്ന് മാറ്റാം, മാസ്ക് ഇച്ചിരി കൊള്ളൂല. പിന്നെ നമുക്ക് ഏതിടാം? നമുക്കിത് വരും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 ഗോ. ഇപ്പം എല്ലാവരും ഇത് തന്നെ കളിക്കുന്ന ഗൈസ്. അപ്പം എല്ലാവരും ഇത് തന്നെ കളിക്കുന്ന. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. USB എടുക്കാൻ പറ്റുമോ? USB എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഒരു മിനിറ്റ്. ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും പോവുകയാണ്. എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ വരെ പോയി. ഞാൻ അവിടെ ചുമ്മാ ഇവിടെ ഇരിക്കുകയാണ്. ഇതിൻ്റെ കാളയൊന്ന് തുടങ്ങിയിട്ടുണ്ട്. 10 പേര് ഡാം, 17 ഡാം കിട്ടുന്നു. അടിച്ചില്ല. അവിടെ എവിടെയാണ് അടിക്കുന്ന? അടിടി പെണ്ണ് സീൻ വണ്ടിട്ടൊക്കെ ഇടിയത്. ഏതൊരു എൻ്റെ പുറകെ വരുന്നുണ്ട്. ശേടാ, എന്ത് കളിയാണിത്? എന്ത് കളിയാണിത്? ഞാൻ ഇതിനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നൈറ്റ് കളിയാൻ ഈ മാച്ച് തോക്കും 100% ഉറപ്പാണ്. അപ്പോൾ ഒരു ദിവസം ഒന്ന് കളിക്കത്തൊന്നുമില്ലായിരുന്നു എനിക്ക്. പിന്നെ ഫ്രീ ഫയറൊക്കെ മടുത്തായിരുന്നു. അതുകൊണ്ട് ഞാനുണ്ടല്ലേ ഈ കളി തന്നെ ഇപ്പോഴേ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പോയില്ല. ഓക്കെ, ഭയങ്കര വാക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് ഡാം കിട്ടിയില്ല ചേച്ചി. പിന്നെ ഡാമൊന്നും കാര്യങ്ങളൊന്നും കിട്ടും. ഇപ്പോൾ ഇവിടെ കയറാം. എനിമിയുടെ കാണുമോ? എനിക്ക് 2 എക്സമേറ്റി. ഈസി. എനിക്ക് ട്രിപ്പിൾ ആയിരുന്നു. ഒരു കിലോ അത് കുമ്മിനായി പോയി. ഓക്കെ, നമ്മൾ സ്നൈപ്പർ പ്ലേയിങ് ആണ്. ഇനി സ്നൈപ്പർ പ്ലേയിങ് ആണ്. പക്ഷേ ഈ സ്നൈപ്പാണ് കുറച്ചും കൂടി വാക്കുള്ളത്. വേറെ കണ്ണം വരുന്ന വാക്കൊന്നുമില്ല. ഇതൊക്കെ മൈക്ക് ഇവിടെ അവിടുത്തെ മൈക്കാണ്. നമുക്ക് എല്ലാം കൂടി ഓഫാകാം. ചുമ്മാതെ ഇങ്ങനെ ആക്കല്ലേ. ഓക്കെ, നമ്മൾ പിന്നെ ഇതിട്ടാടാ. ഇത്
ഒരു പേരെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ എന്തോ ചൂടി ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇത് തീ കത്തിച്ച് വയ്ക്കുന്നത് അതായിരിക്കും. HP ആണ്. പിന്നെ തേർന്നുള്ള അശ്ശേരി MP5 മാക്സ് ആയിരുന്നു. പിന്നെ നല്ല ഡാമേജാ അവിടെ ഞാൻ നല്ല ഡാമേജ് കൊടുത്തളിയാ. അങ്ങ് മര്യാദയ്ക്ക് എടുത്ത് അമ്മ അടിച്ചാൽ മതി. ഒരു ഗ്ലൂ വാളും ഇല്ലളിയാ. എങ്ങനെയാ അടിക്കാൻ പോലെ എന്നെ അടിച്ചിട്ട് അണ്ടാപ്പ് കളി ബാക്കിൽ അടിച്ചിട്ട് തോറ്റ് കളി തോറ്റ്. ആ എക്സമേറ്റ് അടിക്കണം. എക്സമേറ്റ് വെച്ച് അടിക്കായിരുന്നു. അതിൻ്റെ ഒക്കെ എക്സമേറ്റ് ഉണ്ടായിരുന്നു. ഒറ്റ വന്ന് ഇടപെടും കിട്ടത്തില്ലേ നോക്കണ്ട. അപ്പം നമുക്ക് ഈ UMP എടുത്താലാ. UMP നല്ല അത്യാവശ്യം നല്ല റീഫിലർ ഗണ്ണാണെന്നൊക്കെയാണ് പറയാൻ പറയുന്നത്. UMP ഒന്ന് എടുത്ത് കളിച്ചുക. ഓക്കെ, ഇന്ന് അവധിയായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. ഒരു സീരിയസ് മാച്ച് കളിക്കാന്ന് വിചാരിച്ചു. ഈ 2 ഏരിയ അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നി ഞാൻ ഇന്നത്താണ് ചത്ത് കേട്ടാ. ഉണ്ടാപ്പടി ഞാൻ സീനാണ്. എന്നയുടെ കാര്യങ്ങളൊക്കെ എറിയുന്നുണ്ട്. എടാ ഞാൻ മാത്രം കൂടെയാ എന്താ റഷ് ചെയ്യാത്ത ചത്ത്. അവിടെ സൈഡിൽ കയറിയിരിക്കുന്ന കണ്ടില്ല. സത്യം കണ്ടില്ല. ഞാൻ തന്നെ പറയണ കണ്ടതോലില്ല വരുന്ന. ഈ കളി തോറ്റടി 100% ഉറപ്പിച്ച് കളി തോറ്റടിയാ. ഞാൻ കുറച്ച് ഇത് കളിച്ചില്ലേ AW ഇടുക പറഞ്ഞിട്ട് എന്തായാലും 100% ഉറപ്പിച്ച്. കുറച്ച് ഗ്ലൂ ആണ് എടുത്ത് വെച്ചേക്കാം. UMP കുറച്ച് ഗ്ലൂ ആണ് എടുത്ത് വെച്ചാൽ അതാണ് മെയിൻ. കവർ ചെയ്യാൻ വേണ്ടി ചെയ്യണം. നമുക്ക് കവർ ചെയ്യാൻ പോലും കിട്ടില്ല. ഈ ഐസ് സീറ്ററൊന്നും കൂടി എടുക്കുന്നത്. അതിൻ്റെ ഐസ് എന്തോ ആണോ എൻ്റെ പേര്? ഐസ് ഡാർട്ടാണ് എൻ്റെ പേര്. ഈ സംഭവം ഇതാണ് നമ്മൾ മെയിൻ സ്ഥലം. കൊണ്ട് ഇവിടെ സ്റ്റൂമ ഇട്ടേക്കാം. ആരുമില്ലല്ലേ? ആരുമില്ലെന്ന് കുമ്മി ലോങ്ങ അടിച്ച് അടിച്ചത്. എന്നെ നോക്കടാ ആദ്യം. അത്രേ ഉള്ളൂ. കുമ്മനടി വെക്കം കുമ്മനടി. എന്നെ നോക്ക് ഈ വരുത്. വാ ശരിയാ നോക്കണ്ട. വരല്ലേ ഇത് 4 പേരുണ്ടോ അടി. രണ്ട് നോക്ക്. പെണ്ണ് സീൻ. പെണ്ണ് സീനാണ്. പെണ്ണ് സെറ്റാണ്. പെണ്ണ് അമ്മാതിരി കളി. ഞാക്ക് ജസ്റ്റ് നമ്മൾ കേറി കൊടുത്ത് അടിച്ച്. ഓക്കെ, ഇങ്ങനെയാണ് അവന്മാർ പ്ലാൻ. അവന്മാർ പ്ലാൻ ഇട്ടാണ് ഞാൻ ലോങ്ങിൽ നിന്ന് അവന്മാരെ AW വെച്ച് അടിയിട്ട്. ഇവിടെ AW ഉണ്ട്. AW തരോടി. ഇത് തരാം. AW തരും പ്ലീസ്. ഓൾറെഡി ഷോട്ട് ഗൺ ഉണ്ട്.
അവനിക്ക് ചെയ്യാത്ത AW കിട്ടിയാടാ, എന്ത് കഷ്ടമാണ്. ഡേയ് ഇവിടെ ഒരു AW ഉണ്ട് ഡേ. റിവൈവ് ചെയ്യുന്നടാമാര്. അത്രയുള്ള വന്ന് റിവൈവ് അത്രയുള്ളൂടെ. ഞാൻ അടിച്ചിട്ട് നിങ്ങൾ കണ്ടല്ലേ കളി. കളീനെ ഏഴപ്പോഴും തൊട്ടാ പിന്നെ ആ സീനാണ്. ഓ ഈ മാച്ച് ജയിപ്പിക്കാം, ഈ മാച്ച് ജയിപ്പിക്കണം. ഈ മാച്ച് തോറ്റ കഴിഞ്ഞാൽ പിന്നെ നാണക്കേട്. ഓക്കെ ലാസ്റ്റ് മാച്ചാണ്. എന്നെ സാധനം റിപ്പയർ കിറ്റൊക്കെ എടുക്കട്ടെ. ഓക്കെ ഹെൽമെറ്റ് ലെവൽ 3 ആണ് എടുത്തേക്കുന്നത്. എല്ലാം സെറ്റാണ്, എല്ലാം സെറ്റാക്കിയമാരൊക്കെ ചെറുക്കന്മാർ സീൻ. അവന്മാരെ കൂടുതൽ റഷ് ചെയ്യുന്ന അവന്മാർ അവിടെയാണ്. നമുക്ക് ഇവിടെ കയറി. ഇവിടെ AW പ്ലേയേഴ്സൊക്കെ ഇവിടെ. നമ്മൾ അവിടെ ഉണ്ടാ. ചപ്പലേ തോന്നി. കളി ജയിച്ചല്ലേ, അത്രയുള്ളൂ കളി ജയിച്ചല്ലേ. ഇവളാണ് ക്യാപ്റ്റൻ. കുറച്ച് സപ്പോർട്ട് ചെയ്തത് ഞാനാണ്. നോക്ക് ഡൗൺ സ്ട്രൈക്കും ഞാനാണ്. ഡാം കൊടുത്തതും കൂടി ഞാനാണ്. മോനെ ഒരു CS നമുക്ക് 1 സ്റ്റാറും കൂടി കിട്ടിയിട്ടുണ്ട്. കളിയിലൊന്നും ഇല്ലേടി അമ്മമാരെ. ഒന്ന് ചെറുക്കൻ അക്കൗണ്ട് കാണിച്ചാൽ ഇതാണ് അക്കൗണ്ട്. സെറ്റ് അക്കൗണ്ട് അല്ലേ, സെറ്റാണ് അവൻ്റെ അക്കൗണ്ട്. നമുക്ക് ഇങ്ങനത്തെ അക്കൗണ്ടൊന്നും കാണത്തില്ല. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. എന്നാലേ എനിക്ക് ഇവിടെ ടോപ്പ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഗൈസ് പറയാൻ പറ്റത്തില്ല. ഒരു മാച്ചും കൂടി കളിക്കാം. ഒരു ഹീറോയ്ക്കാണ്. ഈ ഹീറോയ്ക്കുമ്പോൾ അടിച്ച കിന്നാണ്. ഈ ഒരു ഉടുപ്പ് ഇടണം. പിന്നെ 2 CS ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. N500 പിന്നെ ഇത്ര ഇങ്ങനെ കളിയത്തോളൂ. ഓക്കെ കുറച്ച് ഇങ്ങനെ ഓടിപ്പോയിട്ട് ഒരടി അടിക്കടി ആരും വല്ലതും ഉണ്ടാടേ. ലോങ്ങി തന്നെ കിങ്ങാണ്. ഇതാ പോണവര് എനിമീസൊക്കെ ഇവിടെ കാണുമല്ലോ. ആ കില്ല് കുമ്മനടിച്ച് ഞാൻ. ഡബിളാണേ. ഇവിടെ എനിമി 2 കില്ല് കിട്ടി. എന്തായാലും 2 കില്ല് കിട്ടിയാണ് സന്തോഷം. ഈ സാധനം എടുത്ത് മെയിനായിട്ട് എടുത്ത് വെക്കണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ എനിമിക്ക് നല്ല കട്ടിക്ക് ഡാം കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇച്ചിരി ഇത് ചെയ്ത് നോക്കാനാണ് പോണത്. ഇനി മെനീസ് ഉണ്ടല്ലേ.
MB40 എടുക്കുക. ഇതാണ് റിയൽ ഗൺ സൈസ്. പിന്നെ ഇതെടുത്ത് അവൻ എനിമി വരുമ്പോൾ എൻ്റെ നേരെ ഇങ്ങനെ എടുത്തെറിഞ്ഞു കൊടുക്കും. അപ്പോൾ അവന്മാർ കയറിയും വരും. കയറുമ്പോൾ ഒരു നല്ല ഡാം കൊടുക്കുമ്പോൾ ഞാൻ നോക്കാം, അവന്മാർ നോക്കാം. ഒരു ടീമിൻ്റെ ലോങ്ങിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ അടിച്ച് ഇഷ്ടം രീതിയിലെത്തെ 3 2 എല്ലാവരും വന്നില്ലല്ലോ. ഒരു മെഴുകിൽ വെച്ചാൽ മതി. തപ്പു കുമാരൊക്കെ എങ്ങനെയാണോ നോക്കാം. നോക്ക് ചപ്പട 1v3 ആണ്. ഈ സൈഡ് മാറി. ഓൾറെഡി ചാടിക്കാണ്. എടാ അത് നല്ല മിസ്റ്റേക്കായി പോയിടുക. നല്ല ഡാം പിറകിൽ നിന്ന് അടിച്ചു തന്നു ഗൈസ്. എനിക്ക് 1v2 1v4 എടുക്കാം, 1v3 എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് ക്ഷമിക്കണം. ഓക്കെ, ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടല്ലേ അത് വേണ്ട ഗൈസ്. എനിക്ക് വിച്ച് ലിസ്റ്ററും കുറച്ച് നല്ലത്. അത് നല്ല ശബ്ദമാണ്. എനിക്ക് അതിൻ്റെ ശബ്ദമൊക്കെ ഇഷ്ടമാണ്. നെക്കി ആക്കിയാൽ മതി. ചിലപ്പോൾ നെക്കി ഡിസ്പ്ലേ വരെ ഓട്ടാൻ ഞാൻ ശ്രമിക്കും. ചില മൊബൈലിലൊക്കെ നമുക്ക് പതുക്കെ നെക്കി കളിച്ചാൽ ഓക്കെ. ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. അയ്യോ ഓക്കെ, ഞാൻ കുത്തിപ്പിടിച്ചടിച്ചിട്ടുണ്ട്. കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടീമിന് കില്ലുണ്ടായി ഫിനിഷ്. എന്നെ അടിച്ചില്ല. എല്ലാം അടിച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ലൂങ്കോം വെച്ചിട്ട് ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ട്. ലൂങ്കോം വെച്ചിട്ട് എടുത്ത് അതിൻ്റെ തലയ്ക്ക് മേലെ ഇട്ടിട്ട് വെച്ചാൽ എന്നാ തലയ്ക്കെല്ലാം അടിച്ചത്. ഞാൻ ചിരിപ്പോയി. ഇവന്മാർ ഇങ്ങനെയൊക്കെ റിവൈവ് നമുക്കെന്താ അറിയാത്ത ടീമേറ്റിനാണ് അവകാശം. ഒന്ന് റിവൈവ് ചെയ്യുന്നതാണ്. ചെറുക്കൻ വെറും 17 HP എന്ന് പറയാം. അവനെ 17 ഡാമും കൊടുത്ത് കുത്തി എന്തായാലും ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. എന്നിട്ടോ അടിച്ചാ ഇത് ഹാക്കറാടി. നമ്മളെ ഏടം ചെക്കന്മാരെടുക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ കട്ടക്കേടമേ കളിയാണ്. പക്ഷെ വണ്ടി വന്ന് അടിച്ചാൽ ഞാൻ പൊട്ടത്തൊന്നുമില്ല. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് കളി ജയിക്കുമെന്ന്. ഇട്ട് കൊടുക്കത്തില്ല ഞാൻ. ഇപ്പം നോക്കാം ഒരുത്തനടിക്കുന്നത്. മേളിൽ നിന്നല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന്. ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്നെ നോക്കാതില്ലാണ് ചത്തിപ്പോ ഒറ്റയടിക്ക്. എന്നെ റിവ്യൂ ചെയ്താടാ. അടാ എനിക്ക് ഏടപ്പിളും കിട്ടി. 2 ഏടപ്പിളും. പിന്നെ എന്നെ കളി കണ്ടോണേ. പിന്നെ സ്കോപ്പ് ചെയ്തിച്ചല്ല. ചിലപ്പോൾ അവനെ ഇറങ്ങി വരുമ്പോൾ അടിച്ചാൽ ഞാൻ ചേക്കാം. ഇറങ്ങി ടോട്ടലി അവർ ഇങ്ങോട്ടാണ്. ലോങ്ങിൽ അടിക്കാൻ ചാൻസ് ഉണ്ട്. അവരെ പോച്ചെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചേരം ഇവിടെയും കൂടെയാണ് വന്നേക്കുന്നത്.
കണ്ടോ? എന്താണ് അടിക്കുന്നത്? ഞാൻ മെഡിക്കറ്റ് അടിക്കിട്ട് നല്ല അത് നല്ല ആപ്പ്. അത് രണ്ടാമല്ല 150 പണ്ടൊക്കെ ഹെഡ്ഷോട്ട് അടിക്കാൻ നോക്കിയതാണ്. പക്ഷെ അടിക്കാൻ പറ്റിയില്ല. 150 കൊടുത്തു. എന്നാൽ 150 കൊടുത്തു. ഇനി ഓൺലി ഒരു സ്റ്റാറും കൂടി മതി. ഓൺലി 1 സ്റ്റാർ. ഈ ഫ്രീ ഫയറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് 22 രൂപ ചാർജ് ചെയ്യണം. പക്ഷേ ഇതിൽ തന്നെ അറിയാൻ പറ്റും ഇത് ഇത്രയാണ്. ഇത് ഈ സാധനം ഉണ്ടോ? ഈ സാധനമാണ് നമ്മുടെ ബാറ്ററി ചാർജർ. ഇവിടെ നമുക്ക് ഇങ്ങനെ ആക്കാം. ഇങ്ങനെ കാണാൻ പെർസെൻറ്റേജ് ആണ് കാണാം. പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പോൾ എത്ര പെർസെൻറ്റേജ് എപ്പോഴാണ് ഈ ചാർജ് തീരുന്നത് അത്രയും അങ്ങ് കാണാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, എന്നാലും ബൈ ബൈ.